അപ്പോൾ ഈ അറേഞ്ച്ഡ് മാരേജിൽ അവർ വരുന്നു, ചായ കൊടുക്കുന്നു, വിവാഹം കഴിക്കുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു രീതിയാണല്ലോ. ഇവരെക്കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പിന്നെ നമ്മൾ പാരൻസ് ചെന്നിട്ട് വീട്ടുകാരെക്കുറിച്ച് അന്വേഷിക്കും. അപ്പോൾ അന്വേഷിക്കുമ്പോൾ പുറമേ ഉള്ളൊരു അഭിപ്രായമായിരിക്കും പറയുന്നത്. പക്ഷേ നമ്മളവിടെ പേടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സംഭവം. കാരണം പുറമേ നമ്മൾ ഒരാളെ കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും പുറത്തു നിന്നുള്ള ആളുകൾക്കൊക്കെ ഓക്കെ ആയിരിക്കും, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നില്ല. ചില പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങനത്തെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, NPD എന്ന് പറയും. ഇത് ഭയങ്കര അപകടം പിടിച്ചിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ടൈപ്പാണ്. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മളുടെ അടുത്തൊക്കെ വരുന്ന സമയത്ത് NPD ഉള്ള ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവർ വരുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു സംഭവം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടിക്കോ എന്ന് പറയാനായിരിക്കും എൻ്റെ മനസ്സിൽ വരുന്നത് ഈ ഒരു സാധനമാണ്. കാരണം നമുക്കറിയാം ഈ NPD ഉള്ള ആളുകളൊന്നും ജീവിതത്തിൽ മാറാൻ പോകുന്നില്ല, മാറിയതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ സെൽഫ് എംപവർമെന്റ് എന്ന് പറയുന്ന നമ്മളെ തന്നെ എംപവർ ചെയ്യുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ എംപവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്നവരായിരിക്കണം, ഒരു വരുമാന സ്രോതസ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, സെൽഫ് ലവ്, കോൺഫിഡൻസ്, കുറേ കാര്യങ്ങളുള്ളവർക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ അങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനെയുള്ള ആളുടെ കൂടെ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ NPD എന്നൊക്കെ പറയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ളൊരു വ്യക്തിയുടെ കൂടെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവന് തന്നെ അപകടമാണ്. ചില സ്ത്രീകൾ ഭയങ്കര ഡിപ്രഷനിലോട്ടൊക്കെ പോയിട്ട് സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ വന്നിട്ട് വരാറുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന്റെ കുറച്ച് സ്വഭാവമൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കും NPD. അപ്പോൾ അവർക്ക് അറിയില്ല NPD എന്താണെന്നുള്ളത് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പേര് മാത്രമാണ് പറഞ്ഞത്. ഇതുപോലത്തെ ഇഷ്ടം പോലെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുടെ കൂടെ ജീവിക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ NPD ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത് അവരുടെ കൂടെ ജീവിക്കരുത്, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടുക എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ് അതിൻ്റെ ഒരു മറുപടിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത ആളുകൾ, ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടവരോട് എന്ത് പറയാനാണത്? അവരിപ്പോഴല്ല, നമുക്കൊരു പ്രശ്നം വരുമ്പോഴല്ല ഇതൊന്നും ചിന്തിക്കേണ്ടത്. അതിക്ക് മുന്നേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ആ ഒരു ചിന്ത നമുക്കില്ലാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ലോണം പഠിക്കൂ, കുറേ മാർക്ക് വാങ്ങിക്കൂ, എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്യൂ എന്നൊക്കെ ഉള്ളൊരു സാധനമൊക്കെയാണ് നമുക്ക് മാക്സിമം അവിടെ നിന്ന് കിട്ടുന്നത്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ജോലിയില്ല, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് ഭക്ഷണം കഴിക്കാനും ഒരു ഷെൽട്ടർ, നമ്മുടെ ബേസിക് നീഡിനുള്ള സാധനങ്ങളെങ്കിലും നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളൊരു നോളജ് നമുക്കില്ലാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മളുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചിലർ പെട്ടുപോകുന്നത്.